Alexa, turn on sprinkler. Okay. ഒരുപാട് പ്രോസ് ആൻഡ് കോൺസ്, ഒരുപാട് കോൺട്രാക്ടറോട് കോച്ച് എടുത്ത് നോക്കി. അങ്ങനെ എല്ലാറ്റിൻ്റെയും പ്രോൺസും കോൺസും എല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ലാസ്റ്റ് അഡോൺ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. അന്നോട്ട് ഇന്ന് വരെ ഒരു കറക്റ്റായി എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. വളരെ ഹാപ്പിയാണ്. വിളിച്ച ഫോൺ അറ്റൻഡ് ചെയ്യും, നമ്മുടെ ക്വയറീസ് എല്ലാം സോൾവ് ചെയ്ത് തരും. ദീപകിന് കൃത്യമായിട്ട് ഇന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് വേണം എന്നുള്ള ഒരു നിർബന്ധത്തിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആഡോൺകാരെ ഒരുപാട് ശല്യപ്പെടുത്തിയിട്ടുണ്ടാവും എല്ലാം. പക്ഷെ അവരും അതുപോലെ തന്നെ കറക്റ്റ് ചെയ്തു തന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഉള്ളത്. ഇവിടെ നമ്മൾ ഡോർ സെറ്റിൻ്റെ ഡിജിറ്റൽ ലോക്കാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്യാം, കീസ് ആഡ് ചെയ്യാം, പിന്നെ RFID കാർഡ്സ് ഉണ്ട്, അതായത് നമ്മുടെ ATM പോലെ ഇരിക്കും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു കൊറിയറുകാരൻ വന്നു, നിങ്ങളാരും വീട്ടിലില്ല, പെട്ടെന്ന് വരുന്ന സമയത്ത് അവർക്ക് ഈ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നമ്മുടെ ഫോണിലൊരു നോട്ടിഫിക്കേഷൻ കിട്ടും അതിൻ്റെ ആപ്പിൽ. അതിൽ അവരുടെ വീഡിയോ ഉണ്ടാവും, ഇതിനകത്തൊരു ക്യാമറ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് വീഡിയോയിൽ വെച്ചിട്ട് ആരാ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോണിനകത്ത് അത് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് അൺലോക്ക് ആവും. മൂപ്പര് അതിനകത്ത് പോയി സാധനം വെക്കാൻ പറയാം. ഇതിനകത്ത് മൈക്കും ഉണ്ട്, അവരവിടെ പറയുന്നതെല്ലാം നമുക്ക് കേൾക്കുകയും ചെയ്യാം. നമ്മൾ ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു മിക്സ് ഓഫ് ഡിജിറ്റൽ സ്വിച്ചസും മാനുവൽ സ്വിച്ചസും ആണ്. ഈ ഒരു കാണുന്ന ഒരു ഡിവൈസ് മുഴുവൻ നമ്മുടെ ഫാൻസ്, ലൈറ്റ്സ് അങ്ങനെയുള്ള എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് സ്പെഷ്യലൈസ്ഡ് സ്വിച്ചാണ്, കർട്ടൻസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈക്ക് നോർമൽ സ്വിച്ചസ് വെച്ചാൽ നമുക്ക് കർട്ടൻസ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കർട്ടനിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു മോട്ടർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, കർട്ടൻ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും. നമുക്ക് ഈവൺ അതിൻ്റെ ഓപ്പണിംഗ് വരെ കൺട്രോൾ ചെയ്യാം. ഹാഫ് ഓപ്പൺ ചെയ്താൽ മതിയോ, ഫുൾ ഓപ്പൺ ചെയ്താൽ മതിയോ. നമ്മുടെ ലിവിങ് റൂമിൽ ഒരു വാൾ കംപ്ലീറ്റ് ആയിട്ടില്ല. അവിടെ നമ്മൾ കംപ്ലീറ്റ് ഓപ്പണിംഗ് ആണ്. കാരണം ഒരു നല്ലൊരു കാറ്റോട്ടം കിട്ടാനും നമ്മൾ പുറത്ത് പാഷ്യവും ഗ്രാസും എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് അതെല്ലാം കണ്ട് ഇരിക്കുമ്പോൾ നമുക്കൊരു വേറൊരു പോസിറ്റിവിറ്റി കിട്ടും. നമ്മൾ നോർമൽ ഷട്ടേഴ്സ് വെച്ചിട്ട് അത് ത്രൂ മോട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നു. മോർണിംഗ് ആകുമ്പോൾ ഷട്ടേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലോട്ട് പോകുന്ന പോലെ ഷെഡ്യൂൾ ചെയ്യാം. നൈറ്റ് ആകുമ്പോൾ ഷട്ടേഴ്സ് ഓട്ടോമാറ്റിക്കായി ക്ലോസ് ചെയ്യുന്ന പോലെ ഷെഡ്യൂൾ ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഈ ഓട്ടോമേഷൻ സിസ്റ്റം ത്രൂ പോസിബിളാണ്. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവർ ഒരുപാട് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ് ഒരുപാട് വട്ടം ഡിവൈസ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ആ ഒരു സമയത്തെല്ലാം ഇവർ ഭയങ്കര ഹാപ്പിയായി കൂടെ നിന്ന് നമ്മൾ പറയുന്ന പോലെ എല്ലാം ഡിവൈസ് ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വളരെ സാധിച്ചു. വീട്ടിലൊരു ചെറിയൊരു തിയേറ്ററും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാലത്തെ ഒരുവിധം എല്ലാ സിനിമകളും OTTസിൽ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യുന്നുണ്ട്. സിനിമയിൽ കുറേ TV സീരീസൊക്കെ പോയി വരുന്നുണ്ടല്ലോ, അത് നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം ഒരു വലിയൊരു സ്ക്രീനിൽ എൻജോയ് ചെയ്യണം എന്നുള്ളൊരു താല്പര്യത്തോട് കൂടിയിട്ടും നമ്മളൊരു ചെറുതായിട്ടൊരു തിയേറ്ററും വീട്ടിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വീട്ടിൻ്റെ മേൽഭാഗത്തെ ടെറസിൽ മുഴുവൻ ഒരു വൈറ്റ് ടൈൽസ്, കൂൾ റൂഫ് ടൈൽസ് എന്ന് പറയുന്നത് ജോൺസൻ്റെ ടൈൽസാണ് ഇത് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ഞങ്ങൾ ഉപയോഗിച്ച് താഴത്തോട്ട് ചൂട് വരില്ല.
ഇതിനകത്ത് അവർ പറയുന്ന ഒരു 95 to 98% സൺലൈറ്റ് ഫുൾ റിഫ്ലക്റ്റ് ചെയ്യും. നമുക്ക് വെയിലത്തൊക്കെ നടക്കാം. ഇതിനകത്ത് നല്ല തണുപ്പാണ്, നമുക്ക് ചവിട്ടി നടക്കാം, ഉച്ചയ്ക്കായാലും ചൂടൊന്നും ഉണ്ടാവില്ല. ഓരോരോ ചെറിയ കാര്യങ്ങളും അത്രയും നോക്കിയിട്ട് അത്രയും പ്ലാനോടെ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് മുഴുവൻ ഈ കൺസ്ട്രക്ഷൻ്റെ അഡോൺ നിങ്ങൾക്ക് ചെയ്തു തന്നു. അതിലൊരുപാട് സാറ്റിസ്ഫൈഡ് ആണ്.